പരസ്ത്രീ ബന്ധത്തിനുള്ള ആഗ്രഹം, മാനസികാവസ്ഥ അത് മനസ്സിലാക്കാം. പക്ഷെ അതേക്കുറിച്ചൊക്കെ എഴുതുന്നതിന്റെ മാനസികാവസ്ഥ എന്താ? പരസ്ത്രീ ബന്ധത്തിൽ എനിക്ക് എപ്പോഴും ആഗ്രഹം തന്നെയാണ്. അല്ല, അപ്പൊ അതേക്കുറിച്ച് എഴുതുന്നതിന്റെ മാനസികാവസ്ഥ എന്താണ്? എന്താ കുഴപ്പം? എഴുതിട്ട് ജനങ്ങളെ അറിയിക്കണം. എടാ, ഭാര്യ മാത്രം പോരാ, വേറെ സ്ത്രീകളും വേണം നിനക്ക്. സത്യം, ഞാൻ കാര്യമായിട്ട് പറയാം. ഈ ഒരേ പെണ്ണിൽ തന്നെ ഇങ്ങനെ ഡെയിലി കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് വേറൊരു പെണ്ണുണ്ടെങ്കിലേ നമ്മുടെ വൈഫിന് വേണ്ട എല്ലാ സംഗതിയും നമ്മൾ കൊടുക്കണം. നമ്മുടെ ഭാര്യമാർക്ക് വീട്ടിലെ വേറൊരു പെണ്ണിന്റെ നമ്മുടെ കാമിച്ചാൽ എന്താ കുഴപ്പം ജോണി? സാധാരണ സദാചാര ബോധവും ധാർമ്മിക ബോധവും ഒക്കെയുള്ള കേരളത്തിലെ ഒരു കുടുംബത്തിന് എന്തെങ്കിലും താങ്കളിൽ നിന്ന് പഠിക്കാനുണ്ടോ? ഞാൻ ഒന്നും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കൊന്നും പഠിക്കാൻ ഒന്നും എനിക്ക് പഠിപ്പിക്കേണ്ട തണ്ടികളെ ഒന്നും പഠിപ്പിക്കാനില്ല. എന്ത് പഠിപ്പിക്കാനാ? അല്ല, അവർ പഠിച്ചാലും പഠിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, അതുകൊണ്ടല്ല. ഇതെന്താണ് ഇതിങ്ങനെ അതേ ഭാര്യ, അതേ ഊണ്, അതേ ചോറ്, എല്ലാ ദിവസവും വീട്ടിൽ പോകും, അതേ ചോറ്, അതേ ഭാര്യ, അതേ കഞ്ഞി, അതേ വയറ്. നമുക്ക് ഡിഫറന്റ് ആയിട്ട് ലൈഫ് ഡിഫറന്റ് ആയിരിക്കണ്ടേ? താങ്കളുടെ ഭാര്യ ചിന്തിക്കുകയാണ് ഒരേ ഭർത്താവ്, ഒരേ സ്ഥലം, അങ്ങനെ ചിന്തിക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ടോ താങ്കൾ? ഓ, ഇഷ്ടംപോലെ കൊടുക്കും. ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്, കൊടുക്കും. ഉപയോഗിക്കട്ടെ. അവരുപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കില്ല എന്ന് അറിയാവുന്നതാണ് പറയുന്നത്. സ്ത്രീകളൊക്കെ ഉപയോഗിക്കും, നമ്മൾ കാണാതൊക്കെ ഉപയോഗിക്കും, അവരെല്ലാവരും ഉപയോഗിക്കും. ഞാൻ ചോദിക്കുന്നത്, ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട് ഏകപക്ഷീയമല്ലേ, പുരുഷ കേന്ദ്രിതമല്ലേ? എല്ലാ സ്ത്രീകളും ഭർത്താവ് വീട്ടിലില്ലെങ്കിൽ എല്ലാവരും എല്ലാം ചെയ്യും അവര്. അങ്ങനെ എങ്ങനെയാ പറയുക? കാരണം ഏകപക്ഷീയമായ ഒരു സമീപനമാണ്, പുരുഷ കേന്ദ്രിതമായ ഒരു സമീപനമാണ്. ഏത് സ്ത്രീയും വേറൊരു പുരുഷൻ ആഗ്രഹിക്കുന്ന സ്ത്രീയാ. ഏത് ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ അത് അവർക്ക് ധൈര്യമില്ല. എന്താ നിങ്ങൾ പറയുന്നത്? അവർക്ക് ധൈര്യമില്ല വേറൊരു പുരുഷനെ സമീപിക്കാനല്ലേ. ആ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവർ സമീപിക്കാത്തത്. ഏത് സ്ത്രീയും മറ്റൊരു പുരുഷനെ സമീപിക്കാനല്ല ആഗ്രഹം അവർക്കുണ്ട്. നന്നായി ജീവിക്കുന്ന പുരുഷന്മാരോ അവർക്ക് ധൈര്യം ഇല്ലാഞ്ഞിട്ടാണ്. നന്നായി ജീവിക്കുന്നത്. ഇവിടെ നന്നായി ജീവിക്കുന്നത്, വളരെ നല്ല കുടുംബ ജീവിതം നയിക്കുന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. അവരോടൊന്നും യാതൊരു ബഹുമാനവും ഇല്ല. ആര് കുടുംബജീവിതം നയിക്കുന്നത്? അയ്യോ, വെറുതെ വിട്ടു ചോദിക്കുന്നത്. ആര് കുടുംബജീവിതമൊക്കെ ഉണ്ടായിരിക്കും? എനിക്കതിലൊന്നും ഒരു വിശ്വാസമില്ല. രാവിലെ ആഫീസിൽ പോകുന്നു, ജോലി ചെയ്യുന്നു, വൈകുന്നേരം വരുന്നു, കഞ്ഞി കുടിക്കുന്നു, വഴിപാട് പോലെ ഭാര്യയോടൊപ്പം കിടക്കുന്നു. താങ്കളുടെ സ്വകാര്യ ജീവിതം ഇത്രയും തുറന്നെഴുതണമെന്ന് താങ്കൾക്ക് തോന്നാനുള്ള കാരണം എന്താണ്? മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ട്. സമൂഹത്തിൽ സത്യം പറയാം, ഈ സമൂഹത്തിൽ ഒരുപാട് ഇങ്ങനെ വിലങ്ങുകളും ഒരു ഭയങ്ങളും. എന്തിന് ഭയപ്പെടുന്നത്? നമ്മൾ വി ആർ ഈക്വൽ ടു അനിമൽ. മൃഗവും മനുഷ്യനും തമ്മിലുള്ള ഒരു വ്യത്യാസമില്ല, അതുപോലെ മനുഷ്യർ. പക്ഷെ കേരളത്തിലെ പോലെ ഒരു സമൂഹത്തിൽ അത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. അതിൽ താങ്കൾക്ക് യാതൊരു പ്രശ്നവുമില്ല? എനിക്കെന്ത് പ്രശ്നം? ഞാൻ എന്താ രാഷ്ട്രീയ നേതാവാണോ? ഞാൻ കോൺഗ്രസോ UDF LDF ഒന്നല്ലല്ലോ. എനിക്കൊരു വോട്ടും വേണ്ട, ആരുടെ വോട്ടും വേണ്ട. ഓക്കെ, ഈ കേരള സമൂഹം താങ്കളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? എനിക്ക് എന്നെപ്പറ്റി നല്ല അഭിപ്രായമാണ്. എനിക്ക് ഇത്ര അധികം ഫ്രീഡം തന്ന ഒരു സമൂഹം കേരളം മാതിരിയില്ല. വളരെ മോശം ജീവിതം നയിക്കുന്ന ഒരാളാണ് താങ്കൾ എന്ന് കരുതുന്നവരില്ലേ? താങ്കളെ ഒരുപാട് തെറ്റിദ്ധരിക്കുന്നവരില്ലേ? അവരൊന്നും താങ്കളെ വിളിക്കാറും അല്ലെങ്കിൽ താങ്കൾക്ക് കത്തെഴുതാറും ഒന്നുമില്ലേ? ഇഷ്ടംപോലെ കത്തല്ല. എന്നെ ഇഷ്ടമാണ് കേരളീയർക്ക്, മലയാളികൾക്ക്, മലയാള വായനക്കാർക്ക്, എന്റെ വായനക്കാർക്ക്. ആ ഇഷ്ടം മാത്രം മതി എനിക്ക്. എന്നെ ഇഷ്ടമാണ്, എന്നെ നക്കിക്കൊല്ലും, അത് മാത്രം മതി. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ താങ്കളോട് ഇഷ്ടമാണ് എന്നത് വാസ്തവമാണ്. അതിനപ്പുറത്ത് ഒന്നും വേണ്ട ജോണി, ഒന്നും വേണ്ട. അത്ര ഇഷ്ടമാണ് എന്റെ എഴുത്തിനോടും എന്റെ ജീവിതത്തോടും മലയാളി വായനക്കാർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷെ ആ എഴുത്തിനോട് താങ്കൾ സത്യസന്ധത കാണിക്കുന്നുണ്ടോ? ടോട്ടലി ഇതുവരെ സത്യമാണ് പറഞ്ഞത്. സത്യം മാത്രം.